നിങ്ങൾ അതും ചെയ്യാൻ മടിക്കാത്തവരാന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. എങ്ങനെയെങ്കിലും ഞങ്ങളെ കൂടി ഇവിടെ നിന്ന് ഇറക്കി വിട്ടിട്ട് നിങ്ങൾക്ക് ഈ വീടും സ്വത്തും സ്വന്തമാക്കണം. അതിനുവേണ്ടിയാണല്ലോ നിങ്ങളുടെ ആൺമക്കൾ ഇവിടെ അതിക്രമിച്ച് കയറി വന്ന് ഈ നിൽക്കുന്ന മിണ്ടാ പ്രാണിയോട് ഇത്രയും പരാക്രമങ്ങളൊക്കെ കാണിച്ചത്. നിങ്ങൾ അമ്മയുടെയും മക്കളുടെയും മരുമോളുടെയും തനി നിറം എന്താന്ന് ഇപ്പൊ എനിക്ക് ശരിക്കും മനസ്സിലായി. കൂടപ്പിറപ്പാത്ര. നീ ഇങ്ങനെ ഓരോ കളത്തരങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടാ എന്റെ മക്കളെ പോലീസ് പിടിച്ചോണ്ട് പോയതെന്ന് എനിക്ക് മനസ്സിലായടി. ഞാൻ ഒരു കള്ളവും പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ മക്കൾ ഇവിടെ കയറി വന്ന് എന്തെല്ലാം ചെയ്തോ അത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ തെരുവ് തെമ്മാടികൾ പോലും ചെയ്യാൻ അറക്കുന്നതാ അവരിവിടെ കാണിച്ചത്. പോലീസിനും അത് മനസ്സിലായി. പോലീസ് അവരെ തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ലല്ലോ. അവരിങ്ങോട്ട് തന്നെ തിരിച്ചു വരും. അപ്പൊ നിനക്ക് കിട്ടിക്കോളും ഇതിന്റെ ബാക്കി. നിനക്ക് മാത്രമല്ല, ദേ ഈ നിൽക്കുന്ന പൊട്ടിപ്പെണ്ണിനും. നരേന്ദ്രന്റെ മോളാണെന്ന് പറഞ്ഞല്ലേ ഇവളെ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത്. അല്ലെന്ന് ഞങ്ങൾ തെളിയിച്ചു തരാടി. ചേട്ടനും കൂടെ തിരിച്ചു വരട്ടെ. നിന്റെ പച്ചക്കാലൂടെ പ്ലാസ്റ്ററിനകത്തോട് കയറ്റി തരാടി. നീ കരുതിയിരുന്നോ? വാമേ ഒന്ന് നിന്നേ. ഞങ്ങൾക്ക് ഈ സ്വത്ത് വേണ്ട, പണവും വേണ്ട, എല്ലാം നിങ്ങൾ എടുത്തോ. ഞങ്ങൾ ഇവിടെ നിറങ്ങി എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം. അദ്ദേഹത്തെ തിരിച്ചു തന്നാ മതി, ജീവനോട്. കോടതി പോകേണ്ട കേസാ. പിന്നെ വക്കീൽ ഇടപെട്ടതുകൊണ്ട് ഞാൻ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാം. യാതൊരു കഥയില്ലാത്തോ മരാ സാറേ. മുന്നും പിന്നും നോക്കാതെ വായി തോന്നിയത് വിളിച്ചു പറയും. അങ്ങനെന്തെങ്കിലും ആ പെണ്ണുങ്ങളോടും പറഞ്ഞു കാണും. അല്ലാതെ മനഃപൂർവ്വം ഉപദ്രവിക്കാനൊന്നും പോവില്ല. ദേഹോപദ്രവവും ഭീഷണിയും ഇതൊക്കെയാണ് ചാർജ്. അതും വികലാംഗരായ 2 സ്ത്രീകളോടാണ് ഈ മുട്ടാളന്മാരുടെ പരാക്രമം എന്ന് ഓർക്കണം. വെറും ഒരു പെറ്റി കേസായിട്ട് ഇതിനെ എഴുതിത്തള്ളാൻ പറ്റില്ല. പരാതി എഴുതുന്നവര് അല്പം പൊലിപ്പിച്ചെഴുതുമല്ലോ സാറേ. അത്രയ്ക്കൊന്നും നടന്നു കാണാൻ വഴിയില്ല. പരാതിക്കാരോട് ഞാൻ നേരിട്ട് സംസാരിച്ചതാ. അവര് പറഞ്ഞൊന്നും കള്ളമല്ലെന്ന് എനിക്ക് ബോധ്യമാവുകയും ചെയ്തു. വക്കീലിന്റെ കക്ഷികളെ അത്ര നിഷ്കളങ്കന്മാരൊന്നും അല്ല. ചെറുപ്പക്കാരല്ലേ സാറേ, അതിന്റെ വിവേകക്കുറവ് കാണും. ഇനി ഇങ്ങനൊന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. ഇനി ആവർത്തിക്കായിരുന്ന അവന്മാർക്ക് തന്നെയാ നല്ലത്. എടാ രാധാകൃഷ്ണ, അവന്മാരെ ലോക്കപ്പിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവാ. സർ. ആ പെൺകുട്ടി നരേന്ദ്രന്റെ മകളല്ലെന്നാ അവന്മാര് പറയുന്നത്. അതുകൊണ്ട് അവളെ വീട്ടിൽ നിന്ന് പുകച്ച് പുറത്തിയാടിക്കാനാ വക്കീലിന്റെ കക്ഷികൾ ഗുസ്തി പിടിച്ച് നോക്കുന്നത്. ആ പെണ്ണ് തമ്പിയുടെ മകളല്ലെന്ന് ജയശീലൻ എന്നോടും പറഞ്ഞു. ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാ. അവള് തമ്പിയുടെ ആരും അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് എന്തിനാ അവൾക്ക് വെറുതെ കൊടുക്കുന്നേ? വക്കീലിന്റെ കക്ഷികൾ തമ്പിയുടെ ബന്ധുക്കളെങ്കിലും ആണല്ലോ. ഇത്തിരി പോണ 2 പെണ്ണുങ്ങളോട് പരാക്രമം കാണിച്ചിട്ട് വന്ന് നിൽക്കുന്നുണ്ടില്ലേ പോത്തുപോലത്തെ 2 എണ്ണം. എടോ, ഇതൊക്കെ ഇവിടെ ചോദിക്കാനും പറയാനൊക്കെ പോലീസ് നിയമമൊക്കെ ഉണ്ട്. വക്കീൽ ഇടപെട്ടുകൊണ്ട് ഞാൻ തൽക്കാലം കേസെടുക്കാതെ വിട്ടയക്കുക. എഴുതി ഒപ്പിട്ടിട്ട് പൊയ്ക്കോ. ആ പിന്നെ ഇനിയും ഇത് ആവർത്തിച്ചാൽ ഈ ദാക്ഷിണ്യൊന്നും പ്രതീക്ഷിക്കണ്ട. സ്ത്രീകളുടെ എന്ത് പരാതിക്കും മുൻഗണനയുള്ള കാലമാ. പ്രത്യേകിച്ച് അവരുടെ ദേഹത്തോട്ടുള്ള കളിയെന്ന് പറഞ്ഞാൽ അത് തീക്കളിയാ. അഴി എണ്ണേണ്ടി വരും. മനസ്സിലായോ? പൊയ്ക്കോ. താങ്ക് യു സാർ.
ആ പെണ്ണ് തമ്പിയുടെ മകളല്ലാന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, അതിന് തെളിവ് വേണം. എന്റെ മാധവേട്ട കൽപ്പന പലതവണ ഇത് പറഞ്ഞിട്ടുണ്ട്. നീ നരേന്ദ്രന്റെ മകളല്ലാന്ന് ശീതളിനോട് കൽപ്പന പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ശിവജി എന്ന് പറയുന്ന ഒരുത്തൻ മുംബൈയിൽ നിന്നും അവളെ കൂട്ടിക്കൊണ്ടുവന്ന ദിവസം തന്നെ അമ്മ അങ്കിളിനോട് ചോദിച്ചതാ ഈ പെണ്ണ് ഏതാണെന്ന്. എന്റെയും ശിവജിയുടെയും മകളാണെന്ന് പറഞ്ഞ് അങ്കിൾ അന്ന് തടിതപ്പി. എന്തോ കള്ളക്കളി ഉണ്ടെന്ന് ഞങ്ങൾക്ക് അപ്പം തന്നെ തോന്നിയതാ. ഇത് വല്ലതും കോടതി വിലപ്പോകുന്ന തെളിവുകളാണോ? പ്രമാണങ്ങളും രേഖകളുമാ കോടതിക്ക് വേണ്ടത്. അല്ലെങ്കിൽ ശാസ്ത്രീയമായ തെളിവുകൾ ഹാജരാക്കണം. പറ്റുമെങ്കിൽ ഇതൊക്കെ ഹാജരാക്കിയിട്ട് അവൾ അങ്കിളിന്റെ മകളാണെന്ന് തെളിയിക്കട്ടെ. സ്വാഭാവിക ദൃഷ്ടിയിൽ ശീതൾ നരേന്ദ്രൻ തമ്പിയുടെ മകൾ തന്നെയാണ്. രണ്ടോ മൂന്നോ വർഷം മുമ്പ് വരെ അയാൾ മുംബൈയിലായിരുന്നല്ലോ. മകൾ അവിടെ പഠിക്കുകയാണെന്നും 12ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തമ്പി അവളെ കൂട്ടിക്കൊണ്ടുവന്ന് ഒപ്പം താമസിപ്പിച്ചുവെന്നും പറഞ്ഞാ ആർക്കും അത് അവിശ്വസിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ മറിച്ച് തെളിയിക്കുന്നില്ല എങ്കിൽ കോടതി ഈ വാദം അംഗീകരിക്കും. പക്ഷെ സത്യം എന്താണെന്ന് ഞങ്ങൾക്കറിയാലോ. ആ സത്യം തെളിയിക്കാനുള്ള രേഖകൾ കൂടി വേണം. നിങ്ങൾ ചലഞ്ച് ചെയ്യുന്നവരായതുകൊണ്ട് തെളിയിക്കാനുള്ള ബാധ്യതയും നിങ്ങൾക്കാണ്. പക്ഷെ അതെങ്ങനെ തെളിയിക്കും മാധവേട്ട? ഞങ്ങളുടെ കയ്യിൽ രേഖയൊന്നുമില്ലല്ലോ. ഇല്ലാത്തത് ഉണ്ടാക്കണം. അതിനാദ്യം വേണ്ടത് ഉള്ള രേഖകൾ കണ്ടുപിടിക്കുക എന്നതാണ്. ആ പെൺകുട്ടിക്ക് സ്കൂൾ സർട്ടിഫിക്കറ്റ് കാണില്ലേ? അതിലവളുടെ പേരും സർനെയിമും ഉണ്ടാവുമല്ലോ. അവള് പഠിച്ച സ്കൂൾ ഏതാണെന്ന് മനസ്സിലാക്കാനും പറ്റും. ആ ചുവട് പിടിച്ച് നിങ്ങൾ അന്വേഷണം നടത്തണം. ശീതള് മുംബൈയിലാണ് പഠിച്ചതെങ്കിൽ നമ്മളിനി അവിടെ പോയി അന്വേഷിക്കണ്ടേ മാധവേട്ട? അല്ലാതെ തെളിവുകൾ നിങ്ങളെ തേടി ഇങ്ങോട്ട് വരുമോ? കൈ നനയാതെ മീൻ പിടിക്കാൻ പറ്റില്ല. ആ പെണ്ണ് തമ്പിയുടെ മകളല്ല എന്ന് തെളിയിച്ചാൽ പിന്നെ നിങ്ങൾ കോടാനുകോടി രൂപയുടെ അവകാശികളാണ്. ഞങ്ങൾ പോവാം മാധവേട്ട. മുംബൈയിലല്ല, അന്റാർട്ടിക്കയിൽ പോയി അന്വേഷിക്കാനും ഞങ്ങൾ തയ്യാറാണ്. ആവേശം കൊണ്ട് മാത്രം കാര്യമില്ല. മുംബൈയിലെ അന്വേഷണം കുട്ടികളെ ആയിരിക്കുമെന്നും വിചാരിക്കരുത്. നരേന്ദ്രൻ തമ്പിയുടെയും കൽപ്പനയുടെയും പേരുകൾ മുംബൈ അധോലോകത്താണെന്ന് ഓർക്കണം. എന്ത് റിസ്ക് എടുക്കാനും ഞങ്ങൾ തയ്യാറാ മാധവേട്ട. ശീതളിന്റെ ആരെയൊക്കെയോ കൽപ്പനയുടെ ആളുകൾ കൊലപ്പെടുത്തി എന്നല്ലേ മറ്റൊരു സംശയം. അതേപ്പറ്റിയും വിശദമായി അന്വേഷിക്കണം. ഈ മുംബൈയിൽ ഞങ്ങൾക്ക് പരിചയക്കാരൊന്നുമില്ലല്ലോ മാധവേട്ട, അതാ ഒരു പ്രശ്നം. അന്തേരിയിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട്. ഞാൻ ഫോൺ ചെയ്ത് നിങ്ങളെ പരിചയപ്പെടുത്താം. അത്യാവശ്യം വേണ്ട സഹായങ്ങളൊക്കെ അയാൾ ചെയ്തു തരും. ഓ, എങ്കിൽ പിന്നെ ധാരാളം മതി. കൽപ്പന എന്തിന് 14 വർഷം ജയിലിൽ കിടന്നു എന്ന് തിരക്കണം. അവിടെ മുതൽ തുടങ്ങിയാലേ ശീതളിന്റെ ബന്ധുക്കൾ ആരാണെന്നും ശീതൾ ആരാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. ഞങ്ങൾ അന്വേഷിക്കാം മാധവേട്ട. അതിനുവേണ്ടി എത്ര കഷ്ടപ്പെടാനും നഷ്ടം സഹിക്കാനും ഞങ്ങൾ ഒരുക്കാം. ആ പെൺകുട്ടിയുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് കിട്ടുമോ? അവിടുന്ന് വേണം നമുക്ക് തുടങ്ങാൻ. അത് കിട്ടും. അത് അവളുടെ ബാഗിലുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അവളുടെ മുറി കയറാൻ പോലും അനുവാദമില്ല. അത് സാരല്ല ഏട്ടാ. അമ്മയോടോ വിജയേട്ടത്തിയോടോ പറഞ്ഞാൽ മതി. അവരത് സൂത്രത്തിലെടുത്ത് തരും. അത് കിട്ടിയിട്ട് നീ ഉടനെ മുംബൈക്ക് പോണം. ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം. അതിനെന്താ, ഞാൻ പോവാം. ഒന്നിനും സമയം കളയണ്ട, വേഗം തുടങ്ങിക്കോ. നിങ്ങളെ ഞാൻ ജംഗ്ഷനിൽ ഇറക്കാം. കയറിക്കോ. പോവാം. മോനെ ഹരിക്കുട്ടാ, ഹരി. ഇവിടെ ആർക്ക് ചെവിയും കേട്ടൂടെ? അമ്മ വിളിച്ചോ? നിന്നെ ഇവിടെ ആരും വിളിച്ചില്ല. ഞാൻ എന്റെ മോനെ വിളിച്ചത്. പകലെങ്കിലും മകൻ കിടന്ന് ഇത്തിരി ഉറങ്ങട്ടെ അമ്മേ. നൈറ്റ് ഡ്യൂട്ടിക്കാർക്ക് അങ്ങനെയെങ്കിലും ഒരു ഇളവ് കൊടുക്കണ്ടേ? എന്റെ മോനെന്താണ് രാത്രി മോഷ്ടിക്കാൻ പോകുന്നുണ്ടോ? അതിന് പുറത്തെങ്ങും പോവേണ്ട കാര്യമില്ലല്ലോ. ഈ വീട്ടിൽ നിന്ന് തന്നെയാണല്ലോ മോഷണം. പക്ഷെ മോഷ്ടിച്ച കാശ് ചെലവാക്കണമെങ്കിൽ പുറത്തു പോകണ്ടേ? അല്പം മോശമായ രീതിയിലുള്ള ചെലവാക്കലാവുമ്പോ അതിന് രാത്രി സമയമാണല്ലോ ഏറ്റവും പറ്റിയത്. എന്റെ മോൻ അത്രയ്ക്ക് കൊള്ളരുതാത്തവനാണെങ്കിലേ നീ എന്തിനാണ് ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുന്നേ? എത്ര വഷളെന്നാണെങ്കിലും ഭർത്താവ് തന്നെയല്ലേ അമ്മേ? എന്ന് വെച്ച് കൊല്ലാനും കൊല്ലിക്കാനും അതിന് കൂട്ടു നിൽക്കാനൊന്നും എനിക്ക് പറ്റില്ല. അത് വേറെ കാര്യം. എന്താ മാം, എന്നെ വിളിച്ചായിരുന്നോ? ആ, നിന്നോടൊരു കാര്യം പറയാനായിരുന്നു ഹരിക്കുട്ടാ. നമുക്ക് നാളെ നരേന്ദ്രൻ തമ്പിയുടെ വീട് വരെ ഒന്ന് പോവാം. അതെന്തിനാ മാം നമ്മൾ ഇപ്പൊ അങ്ങോട്ട് പോകുന്നത്? എടാ, ഈ വീടിന്റെ പുരയിടത്തിന്റെ ഒക്കെ പ്രമാണം അവിടെ ഇടിവെച്ചിരിക്കല്ലേ.
നമുക്ക് ചെന്നത് തിരിച്ചു തരുമെന്ന് ചോദിക്കാം. പക്ഷെ അമ്മ, നമ്മൾ 1.5 കോടിയും പലിശ അവിടെ കൊടുക്കാനുണ്ട്. എടാ, അത് തമ്പിയുടെ അടുത്ത്. തമ്പി ഇപ്പൊ ജീവിച്ചിരിപ്പില്ലല്ലോ. എടാ, കുഞ്ഞമ്മയും മക്കളെയും ചെന്ന് കണ്ട് കുറച്ച് ഇളവ് ചെയ്തു തരാൻ പറയാം. ആ, അത് കൊള്ളാം. അവരുമായിട്ട് ഒത്തുപോകുന്നതാണ് നമുക്ക് നല്ലത്. പക്ഷേ എന്തെങ്കിലും കൊടുക്കാതെ അവർ ഡോക്യുമെന്റ്സ് തിരിച്ചു തരുമോ? തരാതിരിക്കുമോ ഹരീഷേ? നരേന്ദ്രൻ തമ്പിക്ക് പണയം വെച്ച് സകല പ്രോപ്പർട്ടിയുടെയും പ്രമാണങ്ങൾ ജയശീലനും ദേവരാജനും കൂടി തിരിച്ചു തരണമല്ലോ. അല്ലെങ്കിൽ പിന്നെ നീ എന്തിനാണ് ബന്ദിപ്പൂരൊക്കെ പോയി വെറുതെ ബുദ്ധിമുട്ടിയത്? പക്ഷേ ഇപ്പൊ ഒരു സംശയമല്ലേ, ചത്തത് നരേന്ദ്രൻ തമ്പിയാണോ അതോ യതിയാണോന്ന്? ആ, തൽക്കാലം അതങ്ങനെ നിൽക്കട്ടെ, വേറെ ശല്യമൊന്നുമില്ലല്ലോ. പക്ഷെ എപ്പോഴെങ്കിലും ഒരു തിരിച്ചടി വരും, നീ കരുതിയിരുന്നു. എന്തായാലും മരിച്ചത് തമ്പിയാണെന്ന് ഉറപ്പുവരുത്താതെ ദേവരാജനും ജയശീലനും പ്രമാണങ്ങൾ തിരിച്ചു തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനുവേണ്ടി അമ്മയും മോനും കൂടെ വെറുതെ പെട്രോൾ കത്തിച്ച് ചെങ്ങന്നൂർ വരെ പോകണ്ട. എടാ, അവൻ വല്ലപ്പോഴെങ്കിലും നിന്റെ മുഖം ഒന്ന് കണ്ടില്ലെങ്കിലേ എനിക്ക് ഒരു സമാധാനവും. അതുകൊണ്ടാ. പോട്ടെ.
എഴുന്നേറ്റുള്ളൂ. കാല് നിലത്ത് വെച്ചോളൂ, കുഴപ്പമില്ല. കാലിനല്പം ഭാരം കൊടുത്ത് നിൽക്കൂ. കുട്ടി വിട്ടേക്കൂ, തനിയെ നിൽക്കട്ടെ. പെയിൻ ഉണ്ടോ? ഇല്ല. നല്ല പോലെ നോന്നി നോക്കി. വേദനയില്ലല്ലോ? ഇല്ല. ആ, അപ്പൊ ഫ്രാക്ചർ ഒക്കെ ക്യൂറായെന്ന് തന്നെ ഉറപ്പിക്കാം. ഇനി ടേബിളിലേക്ക് ഇരുന്നോളൂ. എന്തെങ്കിലും വേദനയോ തടസ്സോ? അതിനൊരു ജീവനില്ലാന്ന് തോന്നുക. ജീവനൊക്കെ നമുക്കുണ്ടാക്കാം. ഇപ്പൊ ഈ പ്ലാസ്റ്റർ കട്ട് ചെയ്ത് മാറ്റും. ഉടനെ ചാടിയിറങ്ങി ഓടാമെന്നൊന്നും വിചാരിക്കരുത്. 1.5 മാസം പ്ലാസ്റ്ററിനകത്ത് അനക്കമില്ലാതെ കിടന്ന കാലല്ലേ. പെട്ടെന്ന് കാൽമുട്ട് അനക്കാൻ പറ്റിയെന്നൊന്നും വരില്ല. ആദ്യത്തെ 2 ദിവസം ഫിസിയോതെറാപ്പി. ഞാനൊരു ഓയിൽമെന്റ് തരാം. രാവിലെയും വൈകുന്നേരം അത് കാലിൽ പുരട്ടി മസാജ് ചെയ്യണം. എന്നിട്ട് ആവി പിടിക്കാൻ വേണം. നടക്കാൻ പറ്റുമെന്നാവുമ്പോ രാവിലെയും വൈകുന്നേരവും 1/2 മണിക്കൂർ നടത്താം. ജോഗിങ് നല്ലതാ. ഞാനിപ്പോ പറഞ്ഞതൊക്കെ ചെയ്യൂ. ചെയ്തോളാം. പേടിക്കണ്ട, എല്ലാം ശരിയായിക്കോളും. ആദ്യത്തെ കുറച്ച് ദിവസത്തേക്ക് ക്രച്ചസ് ഉപയോഗിക്കേണ്ടി വരും. അല്ലെങ്കിൽ നടക്കാൻ ബാലൻസ് കിട്ടില്ല. ഇവിടെ നിന്ന് പോകുമ്പോ തന്നെ ക്രച്ചസ് ഒരെണ്ണം വാങ്ങിക്കൊണ്ട് പോയിക്കോ. ആ, പ്ലാസ്റ്റർ കട്ട് ചെയ്തേക്ക്. കട്ട് ചെയ്തിട്ട് കൺസൾട്ടിംഗ് റൂമിൽ വന്നേ എന്നെ കണ്ടിട്ടേ പോവാവൂ. ശരി ഡോക്ടർ. ഓക്കെ. മോളെ, ദീപമോളെ, ദീപമോളെ, മോളെ, അമ്മേ, ദീപമോളെ, മോളെ, എന്ന് വാ മോളെ. എന്താ മുത്തശ്ശി, എന്ത് പറ്റി? നെഞ്ചിന് വല്ലാത്ത കനവും വേദന, ശ്വാസം മുട്ടലുവാ. നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം മുത്തശ്ശി. ഞാൻ അമ്മയോട് പറയാം. വേണ്ട, പറഞ്ഞാലും അവള് കൊണ്ടുപോകില്ല. നീ ആ ദശമൂലാരിഷ്ടം ഒന്ന് എടുത്തു തരുമോ? ഗ്യാസിന്റെ ആയിരിക്കും. ഇത്രയും വേദന ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെ പോണം മുത്തശ്ശി. ഞാൻ അമ്മയെ വിളിച്ചോണ്ട് വരാം. അമ്മേ, അമ്മേ, അമ്മ ഒന്ന് വേഗം വാ. എന്താടി? എന്താന്ന്? അമ്മേ, അമ്മേ, മുത്തശ്ശിക്ക് വല്ലാത്ത നെഞ്ചുവേദന. ആ, പ്രായത്തിലേക്ക് ആയില്ലേ, എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടാവും. അത് പ്രായമായവർക്കെല്ലാം ഉള്ളതാ. അതിനിത്ര ബഹളം കൂട്ടേണ്ട കാര്യമുണ്ടോ? അമ്മ, ഇത് അങ്ങനല്ല. കൈന്റെ കാലിന്റെ വേദന പോലാണോ നെഞ്ചിന്റെ വേദന? മുത്തശ്ശിക്ക് തീരെ വയ്യ. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനടി? ഇവിടെ വണ്ടിയൊന്നുമില്ല. ഹരിക്കുട്ടൻ പുറത്തു പോയിരിക്കുക. അപ്പൊ ചന്ദ്രമോഹൻ അങ്കിളിനെ ഒന്ന് വിളിച്ചു പറ. അങ്കിളിന്റെ വണ്ടിയുണ്ടല്ലോ. ആ പോത്തില്ലേടി ഇവിടെ, ആ ടാക്സി ഡ്രൈവർ, അവനോട് കൊണ്ടുപോകാൻ പറ. അവനല്ലേ എണ്ണയും കുഴമ്പൊക്കെ കൊണ്ടുവന്ന് കൊടുത്ത് ചികിത്സിക്കുന്നത്. അമ്മേ പ്ലീസ്, അമ്മ ഒന്ന് വാ. വാ അമ്മേ. അമ്മ ഒന്ന് വേഗം വാ അമ്മേ. ചെറിയൊരു വേദന വന്ന കിടന്നങ്ങ് നിലവിളിച്ചോളൂ. മനുഷ്യന്റെ സ്വൈര്യം കെടുത്ത്. കാര്യമായിട്ടൊന്നുമില്ല. ഗ്യാസിന്റെ ഉള്ളതും ആയിരിക്കുന്നേ. കുറച്ച് കഴിയുമ്പോ അങ്ങ് മാറിക്കോളൂ. നീ ആ ഫാനും ഓൺ ചെയ്ത് കൊടുക്ക്. അമ്മേ, ഇങ്ങനെ മനുഷ്യത്തില്ലാത്ത പെരുമാറില്ലേ അമ്മേ? മഹിമേച്ചി, ഓ ഉണ്ടായിരിക്കടി. നീ അവളുടെ കൂടെ ഉപദേശത്തിന്റെ കുറവേ ഉള്ളൂ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന എല്ലാവർക്കും അങ്ങ് പറഞ്ഞാ മതി. കാശുണ്ടാക്കേണ്ടത് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കേണ്ടതേ ഞാനാ.
മഹിമേച്ചി 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 ഇത് കണ്ടില്ലേ മുത്തശ്ശിക്ക് തീരെ വയ്യ. മഹിമേച്ചി ജെയിംസ് ചേട്ടനോട് വണ്ടിയും കൊണ്ട് ഒന്ന് വരാൻ പറയൂ.